ദൈവനാമത്തിന് ഒരുപാട് മഹത്വം എപ്പോഴും ഉണ്ടാകട്ടെ. ഞാൻ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ടെസ്റ്റിമണി പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ഒത്തിരി സന്തോഷമായിട്ടുള്ള, പിന്നെ ഒരുപാട് അടിച്ച് കളിച്ച് സന്തോഷത്തോടെ വളർന്നു വന്ന ഒരു കാലം. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതാണ്. ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് കൊഞ്ചിച്ചൊക്കെ അവർ വളർത്തി. അപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിലും കോളേജിൽ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ എന്നെ ഒരുപാട് സന്തോഷത്തിൽ തന്നെ ഞാൻ ഒരു ദുഃഖവും ഒരു അല്ലലും അറിയാതെ വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നല്ല സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ ജനിച്ച് വളർന്നു. സ്കൂളിൽ പഠിക്കുമ്പം മഹാകുറുമ്പിയായിരുന്നു, ശരിക്കും വികൃതിയായിട്ടുള്ളൊരു പെണ്ണായിരുന്നു ഞാൻ. പഠിക്കുകയും ചെയ്യുമായിരുന്നു, എങ്കിലും അടി കിട്ടുമായിരുന്നു. എൻ്റെ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് എനിക്ക് നന്നായിട്ട് അടിയും കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചർമാർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഈ അടുത്ത ഇടയ്ക്കാണ് അത് മനസ്സിലാക്കിയത്. കാരണം ഇപ്പം പഴയ ടീച്ചർമാരെ കാണുമ്പോൾ പറയും, നിൻ്റെ കുസൃതികളൊക്കെ അന്ന് ഞങ്ങൾ നിന്നെ വഴക്ക് പറയും, അടിക്കുമെങ്കിലും ചെയ്യുമെങ്കിലും നിൻ്റെ കുസൃതികൾ ഞങ്ങൾ അന്ന് ഒത്തിരി ആസ്വദിക്കുമായിരുന്നു. കാരണം നീ ഞങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് ടീച്ചർമാർ. അപ്പം ആ നല്ലൊരു ടീച്ചർമാരെയും എനിക്ക് കിട്ടി. കോളേജിൽ പഠിച്ച കാലത്തും നല്ല ടീച്ചർമാരെയും നല്ല കൂട്ടുകാരെയും ഒക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഒരു സന്തോഷത്തിൽ ഒരു വേദനയും അറിയാതെ ജീവിച്ചു. ആ സമയത്തും ഞാൻ ദൈവികപരമായിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ഞാൻ ഒരുപാട് കൺവെൻഷനുകളും പ്രെയർ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാൻ പോകും. ഞാനൊരു ഓർത്തഡോക്സ് സഭയിലാണ് ജനിച്ച് വളർന്നത്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരുമായിട്ടൊക്കെ ഒത്തിരി അടുപ്പം ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ സുവിശേഷങ്ങൾ ഒരുപാട് കേൾക്കാനും അത് പഠിക്കാനും ഒക്കെ കുറച്ചൊക്കെ പഠിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവികതയിൽ തന്നെ വളർന്നു വന്നത്. എൻ്റെ അപ്പനും അമ്മയും നല്ല വിശ്വാസമുള്ളവരായിരുന്നു. അതിലൊക്കെ കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എൻ്റെ അമ്മയുടെ വിശ്വാസമാണ്. എൻ്റെ അമ്മയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ ഒരു വിശ്വാസമായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്, ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പോൾ ആ 20 വയസ്സ് വരെ ഒത്തിരി സന്തോഷം നിറഞ്ഞ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിൽ കൂടെ ഞാൻ കടന്നു വന്നു. പക്ഷേ 20 വയസ്സിന് ശേഷം ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത, ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതത്തിലോട്ട്, പുതിയൊരു ജീവിതത്തിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞതോടെ നേരെ തകിടം മറിഞ്ഞുപോയി. എൻ്റെ ജീവിതം ഒരുപാട് ദുഃഖകരമായിട്ട് മാറി. കാര്യം എൻ്റെ ഹസ്ബൻഡ് നല്ല മനുഷ്യനാണ്, പാവ, എന്നെ വേദനിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. എങ്കിലും ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ എന്നെ പിന്തുടർന്നു. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ തന്നെയാണ് എന്നെ കെട്ടിച്ച് വിട്ടതും. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് സാമ്പത്തികമായി വളരെ തകർന്നു പോയി ഞങ്ങൾ. അങ്ങനെ ഒരുപാട് വേദനകൾ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ അനുഭവിച്ച്, പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരുപാട് വേദനകൾ. എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും എന്നെപ്പോലെ അത്രയും വേദനിച്ച ഒരു വ്യക്തിയും ഉണ്ടായിരിക്കത്തില്ല. ഞങ്ങൾ 2 കുടുംബത്തിലും, എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിലും. അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും. ചിലപ്പോൾ കാണുമായിരിക്കാം, അവർക്കും വേദനകളൊക്കെ കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുക, എൻ്റെ ആ ഒരു കാലഘട്ടം വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി കാണത്തില്ലായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ എങ്കിലും ആ സമയത്ത് ഒട്ടുമുക്കാലും പേര് 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. ഒന്ന് ആത്മഹത്യ, പിന്നെ ഒന്ന് ദൈവിക ചിന്തയാണ്. ഈ ദൈവിക ചിന്ത ഇല്ലാത്തവരാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ദൈവിക ചിന്തയുള്ളവർ എപ്പോഴും ദൈവത്തിനോട് അടുത്ത് നിൽക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അടുത്ത് നിന്നിട്ടുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് എനിക്ക് ദൈവത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ കുഞ്ഞു നാൾ മുതലേ എനിക്ക് എൻ്റെ അപ്പനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ എനിക്കത് പഠിക്കണം, എൻ്റെ കർത്താവിനെ കൂടുതൽ അറിയണമെന്ന് കുഞ്ഞിലെ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ദൈവികമായിട്ടുള്ള, അങ്ങനെ അന്ന് പള്ളികളിൽ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പള്ളികളിലെ പരിപാടികളൊക്കെ പങ്കെടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തോട്ടാണ് ആദ്യം ഓടിച്ചെല്ലുന്നത്. എൻ്റെ വിഷമങ്ങൾ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എനിക്ക്. എങ്കിലും അവരൊക്കെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരാശ്വാസം ഒക്കെ
പലരും കുറ്റപ്പെടുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ. അങ്ങനെ അതിൻ്റെ വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ആരുടെ മുമ്പിലും അങ്ങനെ പോയിട്ട് കരയാറില്ലായിരുന്നു ഒരിക്കൽ പോലും. അബദ്ധത്തിലെങ്ങാനും വല്ലതും കരഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കും, ആരുടെ മുമ്പിൽ കരയാറില്ല. അങ്ങനെ ഒരു ഇത് എൻ്റെ കർത്താവ് എനിക്ക് ഒരുപാട് ഭാഗ്യം, അങ്ങനെ ഒരു ഭാഗ്യം തന്നു എനിക്ക്. എത്ര വിഷമം, ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ബോംബ് ഇങ്ങനെ പൊട്ടുന്ന തരത്തിലുള്ള ബോംബാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ആ മുഖം വളരെ പ്രസന്നമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കാനുള്ള ഒരു കൃപ എൻ്റെ അപ്പൻ എനിക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തോളാം. കാരണം അതുകൊണ്ട് എന്നെ ആരും തിരിച്ചറിയത്തില്ല. ഇത്രയും വിഷമത്തോടെയാണ് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാനെന്ന് ഒരു മനുഷ്യർക്കും എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, സോണിക്ക് എന്താ കുഴപ്പം, സോണി നല്ല രാജകുമാരിയെ പോലെയാണല്ലോ വാഴുന്നത് എന്ന് പറയുമായിരുന്നു. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും എൻ്റെ കാര്യത്തിൽ ഒരു കുറവുകളോ ഒന്നുമില്ല, ആർക്കും അത് അറിയത്തുമില്ല, ആരും അറിയാനും ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ രാത്രി 2 മണി 3 മണിക്കൊന്നും എനിക്ക് ഉറക്കം വരത്തില്ല. ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കും. അപ്പോഴും എനിക്ക് എന്നും കൂട്ടായിട്ട്, എൻ്റെ ജീവനായിട്ട് എൻ്റെ കൂടെ ഈ സത്യവേദ പുസ്തകം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അന്ന് മുതൽ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ആ ബൈബിൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ ബൈബിളെ കെട്ടിപ്പിടിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും. എല്ലാവരും നല്ല ഉറക്കമായിരിക്കും, പക്ഷേ ഞാൻ വന്നിരുന്ന് ഇങ്ങനെ കരയും. കാരണം ആരും കാണാതെ കരയാൻ വേണ്ടിയിട്ട് ഈ രാത്രി വെളുപ്പിന് 2 മണി 3 മണിയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ കരയുമ്പം ഭയങ്കര, ഒരിക്കലും ഞാൻ എൻ്റെ കർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറഞ്ഞിട്ടില്ല, എന്തുവാ എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നെ എന്നൊരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പറയും, അപ്പം എന്നിൽ എന്താ തെറ്റ് അങ്ങ് കണ്ടെത്തിയത്, എന്തുവാ എനിക്ക് അങ്ങേ വിഷമിപ്പിച്ച ആ ഒരു കാര്യം എന്തോ അപ്പം ഉള്ളത്, അതെനിക്ക് അപ്പം പറഞ്ഞതാ, അത് ഞാൻ തിരുത്താൻ തയ്യാറാ. എങ്കിലും എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അപ്പം ഈ വിഷമം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും എന്തിനാ എനിക്കിങ്ങനൊരു ജീവിതം തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോഴും മനസ്സുകൊണ്ട് സമാധാനിക്കും, എല്ലാം നന്മയ്ക്കാ, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയും, മുന്നോട്ടിങ്ങനെ പോകും. അങ്ങനെ കൂടുതൽ ദൈവത്തിലോട്ട് കൂടുതൽ അടുത്തടുത്ത് ദൈവത്തെ അറിയാൻ, എപ്പോഴും ബൈബിൾ വായിക്കാനും പഠിക്കാനും ആരെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ അതൊക്കെ കേൾക്കാനിരിക്കും. അങ്ങനെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് 2018 ജനുവരി 1 എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു. അന്ന് വരെ എനിക്ക് ഒരുപാട് വൈരാഗ്യമുള്ളവരുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാൻ ഇനി ഒരിക്കലും അവരുമായിട്ട് കോംപ്രമൈസ് ആകത്തില്ല, ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന വ്യക്തികൾ വരെ ഉണ്ടായിരുന്നു. ഈവൻ അവർ മരിച്ചാൽ പോലും തിരിഞ്ഞു പോലും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞു വെച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റം വന്നത് 2018 ജനുവരി 1 കർത്താവ് എന്നോട് സംസാരിച്ചു. അപ്പം അന്ന് മുതൽ എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എനിക്ക് ക്ഷമിക്കാൻ തോന്നി, കൂടുതൽ എന്നെ വേദനിപ്പിച്ചവരെയും എനിക്ക് സ്നേഹിക്കാൻ തോന്നി. അതിന് ശേഷം ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കത് വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. എന്നെ വേദനിപ്പിച്ചവരെ, എന്നെ വെറുത്തവരെ, എന്നെ ഒറ്റപ്പെടുത്തി അകറ്റി മാറ്റി നിർത്തിയവരെ എല്ലാം ഞാൻ ഓർക്കും, അതെത്ര ഭാഗ്യമുള്ളവരെന്ന്. അന്ന് നേരത്തെ പറയുമായിരുന്നു, ഇതുപോലൊരു ഭാഗ്യം കെട്ട പെണ്ണില്ല എന്ന് പറയുമായിരുന്നു. എൻ്റെ ജന്മദിവസം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇങ്ങനൊരു ദിവസം ഉണ്ടാവണ്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ദിവസങ്ങളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറയും, അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷങ്ങളായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിലേക്ക് ഇത്രമാത്രം അടുക്കാനും ഇത്രയും എൻ്റെ കർത്താവിനെ സ്നേഹിക്കാനും ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരുങ്ങിയത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കർത്താവിനോട്ടാണ് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത്. ഒരിക്കലും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോകാൻ ശ്രമിച്ചില്ല. എന്തുമാത്രം കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റുമോ അത്രയും കർത്താവിനോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും വഴുതി മാറി പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും വഴുതി മാറ്റി വിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ നന്മ കൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഒരു യോഗ്യതയും പറയാനുമില്ല. അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു,
അതുകൊണ്ടാണ് എനിക്ക് മുന്നേ ഒക്കെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഞാൻ സ്വപ്നം കാണും. പക്ഷെ എനിക്കതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ജസ്റ്റ് ഒരു സ്വപ്നം പോലെ അങ്ങ് വിട്ടുകളയും. സാധാരണ ഒരു സ്വപ്നം കാണുന്നു, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളതിനൊക്കെ. പക്ഷെ ഇപ്പം ആ സ്വപ്നങ്ങൾ വീണ്ടും ഞാൻ ഇടയ്ക്ക് എനിക്കത് കർത്താവ് കാണിച്ചു തരും. നിന്നെ ഞാൻ അന്ന് അങ്ങനെ കാണിച്ചു തന്നത് ഇങ്ങനെ ആയിരുന്നു, ഇതായിരുന്നു കാരണം എന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കും. ഇന്നിൻ്റെ പോലെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കും. പക്ഷേ ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക്, ഈ 2018 ശേഷം ഒരുപാട് ഞാൻ എൻ്റെ കർത്താവിലേക്ക് അടുത്തു. എനിക്ക് അപ്പോഴും ആഗ്രഹം മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന്, ഞാൻ പണ്ട് യോഹന്നാൻ സ്ലീഹ ഇരുന്നില്ലേ, അതുപോലെ ഇരിക്കണം. എൻ്റെ കർത്താവിനോടുകൂടി എപ്പോഴും ആയിരിക്കണം. വേറെ ഉള്ള ആഗ്രഹങ്ങളൊന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തിൻ്റെ നന്മകളിൽ മുഴുകി ജീവിച്ച ഒരു പെണ്ണാണ് ഞാൻ. അങ്ങനെ ഒരു സുഖ സൗകര്യത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹിച്ചിട്ടുള്ളൊരു പെണ്ണാണ്. പക്ഷേ ഈ 2018 ശേഷം അതെല്ലാം പോയിട്ട് എനിക്ക് കർത്താവ് മാത്രം മതി. ലോക നന്മകളൊന്നും എനിക്ക് വേണ്ട. അതിലൊന്നും ഞാൻ ആകൃഷ്ടയാകുന്നില്ല. ആ ഒരു ആഗ്രഹം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് മാറ്റിവെച്ച് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ എന്നെ വിട്ടുകൊടുത്തു. നിയന്ത്രണം മുഴുവൻ. അപ്പം എൻ്റെ ഇഷ്ടമല്ല, അപ്പൻ്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണേ എന്ന് ഞാൻ എപ്പോഴും അപ്പനോട് പറയും. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയാവുന്ന കൂട്ടത്തിലല്ല. ഈ എല്ലാവരും ഇങ്ങനെ ഒരു തരത്തിൽ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ ഒക്കെ സംസാരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനോട് ഞാനിരുന്ന് സംസാരിക്കും. ഞാനും കർത്താവും കൂടി ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെന്നിരുന്ന് ഇങ്ങനെ പറയും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് പറയത്തില്ല, അതുപോലെ ഞാൻ പോയിരുന്ന് എൻ്റെ കർത്താവിനോട് കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ പറഞ്ഞ് എൻ്റെ കർത്താവ് എന്നോടും തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് കിട്ടിയത് ഒരു മനോജ് എന്ന് പറഞ്ഞൊരു ഫാദറാണ്. ഇപ്പം ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീഡിയോകളും ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനത് കേട്ട് തുടങ്ങിയപ്പോൾ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും എൻ്റെ ചിന്തകളുമായിട്ട് എനിക്ക് ഒത്തിരി സാമ്യം തോന്നി. ഞാൻ ചിന്തിക്കുന്നത് പോലൊക്കെ തന്നെയാണല്ലോ അദ്ദേഹം ചിന്തിക്കുന്നതെന്നുള്ള ആ ഒരു സാമ്യം തോന്നി. അദ്ദേഹമായിട്ട് ഫോൺ വിളിക്കും, വർത്താനം പറയും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എനിക്ക് സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും. അദ്ദേഹത്തിനോട് ഇരിക്കും, പ്രാർത്ഥിക്കാനിരിക്കും. നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ, ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ആത്മീകമായിട്ടുള്ള നന്മകൾ അദ്ദേഹം മൂലവും എനിക്കുണ്ടായി. കാരണം എനിക്ക് എല്ലാവരും ഈ ടെസ്റ്റിമണി പറയുമ്പോൾ എല്ലാവരും ഓർക്കും, ഇതുവരെ ഈ കുട്ടി ഒരു ടെസ്റ്റിമണി ആയിട്ട്, ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞില്ലല്ലോ. കാരണം ഇവൾക്ക് സാമ്പത്തിക നന്മയോ ജോലിയോ ഒന്നും കിട്ടിയതായിട്ടല്ലല്ലോ പറയുന്നത്. എനിക്കൊരു സാമ്പത്തിക നന്മ കിട്ടിയ കാര്യം പറയാനോ, ഒരു ജോലിക്കാരി എനിക്ക് കിട്ടിയതോ, അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര ഞാൻ ചെയ്ത കാര്യം പറയാനോ ഒന്നും അല്ല ഞാൻ അതിനല്ല. എനിക്ക് എൻ്റെ കർത്താവ് എത്രമാത്രം ആത്മീയ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിച്ചു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. അപ്പം ഞാൻ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പോൾ എൻ്റെ അപ്പൻ മരിച്ച ആ ഓർമ്മ ദിവസത്തിന് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ തോന്നിയ സമയത്ത് ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി നിനക്ക് അപ്പനില്ലാന്ന് ഓർത്തൊന്നും വിഷമിക്കേണ്ട, ഭൂമിയിൽ ഇതല്ലേ ഞാനിരിക്കുന്നുണ്ട് അപ്പനായിട്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനത്ത് കണ്ടിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് കാണാൻ തുടങ്ങി. അപ്പനായിട്ട് ഞാൻ അംഗീകരിക്കാൻ തുടങ്ങി. ഞാൻ അപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത്, ആ മനുഷ്യനെ അപ്പാന്നാണ് വിളിക്കുന്നത്. കാരണം എനിക്ക് അത്രമാത്രം എൻ്റെ അപ്പനെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നു. ഈ അപ്പൻ, ഈ അച്ഛൻ, മനോജ് അച്ഛൻ എന്നെ അത്രയും സ്പിരിച്വലായിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അത്രയ്ക്കും സ്പിരിച്വലി എൻ്റെ മനസ്സിനെ അത്രയ്ക്ക് ശാന്തമാക്കി, അങ്ങനെ ഒരു വിഷമം ഉള്ള ഒന്നും രീതിയിലില്ലാതെ, ഒരു അപ്പനും അമ്മയും നമ്മളെ എങ്ങനെ ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ നമ്മളെ കൊണ്ട് നടക്കും, മക്കളെ എങ്ങനെ കൊണ്ട് നടക്കും, അതുപോലെ ഈ അച്ഛൻ എന്നെ സ്വന്തം മകളായിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു തന്ന് എന്നെ ആ ഒരു രീതിയിലേക്ക് എന്നെ സ്പിരിച്വലി എന്നെ നയിച്ചു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ബുധനാഴ്ച എനിക്കൊരു വലിയ സ്വർഗീയ അനുഭവം ഉണ്ടായി. ഞാനും എൻ്റെ കർത്താവുമായിട്ട് സംസാരിക്കും.
ഞാൻ സംസാരിക്കും, എന്നോട് സംസാരിക്കും, എനിക്ക് കേൾക്കാൻ പറ്റും. ഞാനിത് നുണയൊന്നും അല്ല പറയുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ കേട്ടാൽ തോന്നും ഇവൾക്ക് മെൻ്റലായോ എന്ന്. ഇത് മെൻ്റലല്ല കേട്ടോ, ശരിക്കും ഉണ്ടായ അനുഭവ സാക്ഷ്യമാണിത്. ഞാൻ എൻ്റെ കർത്താവിനോട് സംസാരിക്കും, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കും, എനിക്കത് കേൾക്കാൻ പറ്റും. എനിക്ക് കൂടെ ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൂടെ ഇരിക്കും. എനിക്ക് തോളെ ചാരി കിടക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ തോളെ ചാരി കിടക്കും. എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഫീൽ ഉണ്ടാവും. എൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫീൽ എനിക്ക് പല തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കർത്താവും കൂടി ഇങ്ങനെ കൂട്ടുകാരെ പോലെ ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് ബുധനാഴ്ച ഒരു അനോയിൻറ്റിങ് പ്രെയർ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് തന്നെ വേണം പറയാം, അന്യഭാഷകൾ എനിക്ക് കിട്ടി. എൻ്റെ കർത്താവിനോട് അന്യഭാഷകളിൽ കൂടെ സംസാരിക്കണമെന്ന് ഞാൻ വളരെയധികം കൊതിച്ചിരുന്നു. അത് ഞാൻ പലരോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്കും അത് എനിക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും അത് ദൈവത്തിനല്ലേ സാധിച്ചു തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആർക്കും എന്നെ അത് സഹായിക്കാൻ പോലും ആർക്കും ഒരു ഇത് വന്നിട്ടില്ല. എന്തോ അതിനുള്ള സമയമായില്ലായിരുന്നായിരിക്കാം, അതിനുള്ളൊരു സാഹചര്യം എനിക്ക് ഒരുങ്ങിയില്ല. പക്ഷെ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ കർത്താവ് ഒരുക്കി തന്നു. ഈ മനോജ് അച്ഛനിൽ കൂടെ എനിക്കത് അങ്ങനെ ഒരുക്കി തന്നത്. അച്ഛൻ എന്നെ ഒരുപാട് സഹായിച്ചു ആ കാര്യത്തിൽ. ഫോൺ വഴിയാണ് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പം. അപ്പം ഈ ഇങ്ങനെ എന്തുവാ, ഒരു ഹോളിലിരുന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വന്ന് അന്യഭാഷകൾ കിട്ടുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെയും കിട്ടുന്നവരുണ്ട്, അങ്ങനെ അല്ലാതെയും കിട്ടുന്നവരുണ്ടെന്ന് ഞാൻ പറയുക. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുറിയിലിരുന്ന് അച്ഛൻ, ഞങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷേ അച്ഛൻ തിരുവനന്തപുരത്തും ഞാനിവിടെ ഇങ്ങനെ കുമ്മളി, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കുമ്മളി എന്ന് പറഞ്ഞ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മുറിയിൽ ഇറങ്ങി വന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ, എന്നാ പറയുന്നത്, അനുഗ്രഹിക്കാൻ കഴിവുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അന്ന് ആ സമയത്ത് എനിക്ക് അന്യഭാഷകളെ കിട്ടി. ഞാൻ അന്യഭാഷകളാൽ ഞാൻ സംസാരിച്ചു. ഞാൻ തുള്ളിച്ചാടിയെന്ന് പറയാം. എനിക്ക് എന്തുവാ കുറേ മണിക്കൂറുകൾ നേരത്തേക്കിന് ഞാൻ എന്നെ തന്നെ മറന്ന് എൻ്റെ അപ്പനോട് അത്ര ഇൻറ്റിമസി ആയിട്ട് ഞാൻ ഇരുന്നെന്ന് പറയാം. ഞാൻ ഒരിക്കലും അന്ന് ഇരുന്നിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അന്നിരുന്നത് പോലെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. അത്ര സന്തോഷത്തിൽ ഞാൻ എൻ്റെ അപ്പനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു ആത്മീയ നന്മകൾ എനിക്ക് എൻ്റെ കർത്താവ് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒരിക്കലും എനിക്ക് കാർ വേണം, ബംഗ്ലാവ് വേണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എനിക്ക് ലോകത്തിൽ വീടുണ്ടേലും ഇല്ല കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല, കാറുണ്ടേലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല. എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും, ഈവൻ എനിക്ക് ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥ വന്നാലും എൻ്റെ കർത്താവിനെ തള്ളിപ്പറയാനുള്ള ടെൻഡൻസി എനിക്ക് ഉണ്ടാകത്തില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന മൊത്തം. ഒരിക്കലും, കാരണം എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും, ഈ ലോകത്തിൻ്റെ ഒരു നന്മകളും എനിക്ക് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, സോണിയെ പോലെ, എൻ്റെ പേര് സോണിയ എന്നാട്ടെ, ഞാൻ ആദ്യമേ സോണിയ എന്നുള്ള പേര് പറയാൻ മറന്നുപോയി. സോണിയ എന്ന് പറഞ്ഞ വ്യക്തി കർത്താവിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്നിലൂടെ എൻ്റെ കർത്താവിൻ്റെ മഹത്വം ലോകമെങ്ങും വെളിപ്പെടണം, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു അമിത ആഗ്രഹമൊന്നും അല്ല കേട്ടോ, അത് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കാം. പക്ഷേ എനിക്ക് പൗലോസ്ലീഹയെ പോലെ ആകണം. പൗലോസ്ലീഹ എങ്ങനെയാണോ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്, അതുപോലെ പഠിപ്പിക്കണം മറ്റുള്ളവരെയും, സത്യം ബോധിപ്പിക്കണം. ലോകം മുഴുവൻ കർത്താവിൻ്റെ മഹത്വം വിളിച്ച് ഓതണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനെൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ നന്മകളും കൃപകളും എല്ലാവർക്കും ലഭിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ലോകമെങ്ങും മുഴങ്ങട്ടെ. കാരണം ആരും ലോക നന്മകളല്ല ആഗ്രഹിക്കേണ്ടത്, കർത്താവുമായിട്ട് നമുക്ക് എത്രമാത്രം നമ്മൾ സ്നേഹിച്ച് കൂടെ ഇരിക്കാവോ, അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയും. ഏറ്റവും ഭാഗ്യമുള്ള കാര്യം അതാണ്. അല്ലാതെ കുറച്ച് പണം കിട്ടിയിട്ടോ ഒന്നും അതൊരു കാര്യമേ അല്ല. പണമൊക്കെ ഇന്ന് വരും നാളെ പോവും. പക്ഷെ ഒരിക്കലും മാറാത്ത ദൈവം
നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൈ പിടിച്ച് ഇങ്ങനെ കൂട്ടുകൂടി നടക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ കർത്താവ് കൂടെ നടക്കുവാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും. ആ സന്തോഷം അനുഭവിച്ചറിയുന്നവളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക. ആർക്കും ലോക നന്മകളല്ല, കർത്താവിനെ ലഭിക്കാൻ. കർത്താവ് എപ്പോഴും കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ സന്തോഷത്തോടെ അപ്പൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും, നമ്മളോട് സംസാരിക്കും. അനുഭവമാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.